ഹലോ ഫ്രണ്ട്സ്, ലോയേഴ്സ് നോട്ട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കോടതികളിൽ കേസ് ഫയൽ ചെയ്യേണ്ട രീതി ഈ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇ ഫയലിംഗ് സിസ്റ്റത്തിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കേസ് ഇ ഫയലിംഗ് രീതിയിൽ ഫയൽ ചെയ്യുന്നതിന് ഇ ഫയലിങ്ങിനായിട്ടുള്ള വെബ് പേജിൽ പോകേണ്ടതുണ്ട്. ഇതിനുള്ള വെബ് അഡ്രസ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. ഈ വെബ് അഡ്രസ്സിൽ നമ്മൾ എൻ്റർ ചെയ്താൽ ഈ രീതിയിലാണ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം നമ്മുടെ യൂസർ ഐ ഡി നൽകണം. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് നൽകുക. അതിനുശേഷം ആ കാണിച്ചിരിക്കുന്ന കപ്പാച്ച എന്താണെന്ന് വെച്ചാൽ അതും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ അടുത്ത വെബ് പേജിലേക്ക് പോകുന്നതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി അഥവാ വല്ല കാരണവശാലും മറന്നുപോയാലും നമുക്ക് പുതിയ പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ ഐ ഡിയോ സെറ്റ് ചെയ്യുന്നതിനായിട്ട് താഴെ ഫോർഗോട്ട് യുവർ പാസ്വേഡ്, ഫോർഗോട്ട് യുവർ യൂസർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാം. അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഇ ഫയലിംഗ് ആയിട്ടുള്ള വെബ് പോർട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വക്കീലിൻ്റെ ഫോട്ടോ, പേര് ഒക്കെ കാണാവുന്നതാണ്. അതിനും താഴെയായിട്ട് ന്യൂ കേസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിലാണ് നമ്മൾ പുതിയ കേസ് ഫയൽ ചെയ്യുന്നത്. ന്യൂ കേസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് സ്റ്റേറ്റ് ആദ്യം സെലക്ട് ചെയ്തു. രണ്ടാമത്തത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെലക്ട് ചെയ്തു. ഞാനിവിടെ കൊമേഴ്ഷ്യൽ കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് കൊടുത്തത്. അതിനുശേഷം കേസ് സിവിലാണോ ക്രിമിനൽ നാച്ചുറൽ ആണോ എന്നുള്ളത് കൊടുത്തു. സിവിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം മാറ്റർ ടൈപ്പ് ഏതാണ് എന്നുള്ളത് ഒറിജിനൽ സെലക്ട് ചെയ്തു. കേസ് ടൈപ്പ് CS കൊമേഴ്ഷ്യൽ സ്യൂട്ട് ഫയൽ ചെയ്തു. MACT മാറ്റർ ആണെന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല എന്ന് കൊടുത്തു. അതിനുശേഷം വരുന്നത് മാറ്റർ നാച്ചുറൽ ആണ്, അത് ഓർഡിനറിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു. അടുത്ത ഇവിടെയാണ് നമുക്ക് കംപ്ലൈനൻ്റ് അല്ലെങ്കിൽ പെറ്റീഷണറുടെ ഇൻഫർമേഷൻസ് ചേർക്കേണ്ടത്. അവരുടെ പേര് കൊടുക്കണം. ആദ്യം ഞാൻ രാജേഷ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. സൺ ഓഫ് ഫാദർ ആരാണ് എന്നുള്ളതിന് രാമൻ എന്നൊരു പേര് കൊടുത്തു. ഇതിൽ ഈ റെഡ് സ്റ്റാർ കൊടുത്തിരിക്കുന്ന ഫീൽഡ് എല്ലാം തന്നെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് റെഡ് മാർക്കുള്ളത് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ തന്നെ തൊട്ട് താഴെയുള്ള ഏജ് എന്ന കോളം ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരുന്നത് കാണാം. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്തു. പിന്നെ നമുക്കുള്ളത് അഡ്രസ്സാണ്. ഒരു അഡ്രസ്സ്, ഒരു ഇമാജിനറി അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. കേരള തന്നെ സെലക്ട് ചെയ്തു. ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ സേവ് ചെയ്യുമ്പോൾ പെറ്റീഷൻ ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഇവിടെ തന്നെ നമുക്ക് ഇ ഫയലിംഗ് നമ്പർ കിട്ടിയതായിട്ട് കാണാം. നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് നമുക്ക് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് അക്യൂസ്ഡ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസിൻ്റെ ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അവിടെ ഞാനൊരു ഇമാജിനറി നെയിം സുനിൽ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സ് മാൻഡേറ്ററി ഫീൽഡ് ആയതുകൊണ്ട് ഒരു ഇമാജിനറി അഡ്രസ്സും ഞാൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സേവ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ നമുക്ക് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പെറ്റീഷണറുടെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് അക്യൂസ്ഡ് അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാം. എല്ലാം നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ കൊടുത്താൽ മതി. ഇതെല്ലാം മാൻഡേറ്ററി അല്ല എന്ന് താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. നെക്സ്റ്റിൽ നമുക്ക് വരുന്നത് എക്സ്ട്രാ പാർട്ടി ഇൻഫർമേഷൻസ് ആണ്. അതായത് അതിന് തൊട്ട് താഴെയായിട്ട് ഏത് പാർട്ടിയുടെ എക്സ്ട്രാ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കംപ്ലൈനൻ്റ് അല്ലെങ്കിൽ പെറ്റീഷണർ അല്ലെങ്കിൽ അക്യൂസ്ഡ് അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റ്. ഞാൻ തൽക്കാലം ഇവിടെ എക്സ്ട്രാ പാർട്ടി ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഒന്നോ അതിലധികം റെസ്പോണ്ടൻസോ പെറ്റീഷണേഴ്സോ അല്ലെങ്കിൽ അക്യൂസ്ഡോ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വിവരങ്ങൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ അതർ ഇൻഫർമേഷൻസ് ഉണ്ട്. അതും വേണമെങ്കിൽ കൊടുത്താൽ മതി, മാൻഡേറ്ററി അല്ല. നമുക്കറിയും എന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി.
അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റിൽ നമ്മുടെ കേസ് ഡീറ്റെയിൽസ് ആണ്. കോസ് ഓഫ് ആക്ഷൻ എന്താണ്, കോസ് ഓഫ് ആക്ഷനുള്ള സബ്ജക്റ്റ് മാറ്റർ എന്താണ്, നമ്മുടെ പ്രയർ എന്താണ്, അതേപോലെ തന്നെ കോസ് ഓഫ് ആക്ഷൻ ഡേറ്റ്, എമൗണ്ട്, റിലീഫ് എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തിട്ട് ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്നുള്ള സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ് എന്നിവയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് ചെയ്ത് നേരെ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. നെക്സ്റ്റിൽ വരുന്നത് ആക്ട് ഇൻഫോർമേഷനാണ്. ഏതൊക്കെ ആക്ട് പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ആണ് നോക്കേണ്ടത്. നമുക്കിവിടെ എല്ലാ ആക്ടും താഴെ തന്നെ നമുക്കൊരു സ്ക്രോൾ ചെയ്തെടുക്കാവുന്നതാണ്. തൽക്കാലം ഇപ്പം സ്ക്രോളും ചെയ്യാം, നമുക്ക് ടൈപ്പും ചെയ്യാവുന്നതാണ്. CPC എടുത്തിട്ടുണ്ട്. CPC സെക്ഷൻ 26 കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് ആഡ് മോർ എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് എന്തെങ്കിലും സെക്ഷൻസ് കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒന്നോ അതിലധികമോ സെക്ഷൻസ് ചേർക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആഡ് മോർ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോയി നെക്സ്റ്റിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് വെരിഫിക്കേഷൻ എങ്ങനെ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷൻ അപ്ലോഡ് ആൻഡ് ലേറ്റർ ഓൺ വെരിഫൈഡ് യൂസിങ് മൊബൈൽ OTP എന്നുള്ളതാണ് ഓപ്ഷൻ സെലക്ട് ചെയ്തത്. നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ ഉടനെ തന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. എന്തായാലും നെക്സ്റ്റ് കൊടുത്ത് അടുത്ത വെബ് പേജിലേക്ക് പോകാം. അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ് അടുത്തത്. ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണ് എന്നാണ് ഫസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പ്ലെയിൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവിധ ഡോക്യുമെൻറ്റ്സും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈവൻ വെൽഫെയർ സ്റ്റാമ്പൊക്കെ നമുക്കതിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്ലെയിൻറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലെയിൻറ്റിൻ്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഡോക്യുമെൻറ്റ് ടൈറ്റിൽ, ഈ ഡോക്യുമെൻറ്റ് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ചേർക്കാം. അത് ഞാൻ പ്ലെയിൻറ്റ് തന്നെയാണ് കൊടുത്തത്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചേർക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരും. നമുക്ക് അവിടെ അടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. തൊട്ട് താഴെയായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതിനായിട്ട് അവസാനമായിട്ട് റിമൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കൺലി നമ്മൾ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും നമുക്ക് ഫയലിലേക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോയതെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചേർക്കാനുണ്ടെങ്കിൽ അത് നേരത്തെ ആഡ് ചെയ്തതുപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് പോയി ഇവിടെ നമുക്ക് കോഡ് ഫീ അടയ്ക്കേണ്ടുന്ന ഓപ്ഷൻസാണ്. അത് ഫീസ് ടൈപ്പ് ഏതാണ്, ബാങ്ക് നെയിം തുടങ്ങിയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അഫർമേഷനാണ്. പെറ്റീഷണർക്ക് അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിനുള്ള ലിറ്റിഗൻറ്റ് കംപ്ലൈൻറ്റിനൊക്കെയുള്ള അഫർമേഷനാണ്. അത് അവർക്ക് മൊബൈൽ OTP പോയിട്ട് അതിലാണ് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പേരും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ OTP ആപ്ലിക്കേഷന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ അഡ്വക്കേറ്റ് ഐഡൻറ്റിഫിക്കേഷനും വെരിഫിക്കേഷനാണുള്ളത്. അതും ഇതേപോലെ തന്നെ മൊബൈൽ OTP വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി വ്യൂ എന്നുള്ള, നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കിവിടെ വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ പല ഫീൽഡും ബ്ലാങ്കായി കിടക്കുന്ന കാണാം. കാരണം നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ അത്രേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെല്ലാം തന്നെ നമുക്ക് വളരെ വിശദമായിട്ട് പോയി പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. കാരണം മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരുത്താൻ വേണ്ടി പറ്റില്ല. നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വല്ല മിസ്റ്റേക്സും കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ആ മിസ്റ്റേക്സ് തിരുത്തുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ തിരുത്തിയതിന് ശേഷം എല്ലാം വെരിഫൈ ചെയ്ത് തിരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനെല്ലാം മുകളിലായിട്ട് നമ്മളിത് ഇൻകം ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് ആ ഓപ്ഷൻ കാണാത്തത്. നമുക്ക് ഈ കേസ് പാർട്ടീസിൻ്റെ മുകളിലായിട്ട് ഫൈനൽ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടും നമ്മളെല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് കാണാഞ്ഞത്.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഫയലായി. ഇനി നമുക്ക് ഈ വിൻഡോയിൽ ഇ ഫയൽഡ് കേസസ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. അവിടെ നമ്പർ ചെയ്ത് വന്നാൽ ആ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി തൊട്ട് താഴെയായിട്ട് റിജക്റ്റഡ് കേസസ് കാണാം. വല്ല കാരണം ഡിഫക്റ്റ് കൊണ്ടും കേസ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് താഴെ കാണാം. സോ ഈ രീതിയിലാണ് ഒരു പുതിയ കേസ് ഇ ഫയലിംഗ് രൂപത്തിൽ ഫയൽ ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്